കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. പാസ്റ്റർ ജെയ്സ് ജോസഫ് തുടർന്ന് ദൈവവചനം ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രവേശിച്ചു. അവിടെ കാലത്തിൻ്റെ അടയാളങ്ങൾ എങ്ങനെയാണ് വിവേചിക്കേണ്ടത് എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. ഈ വ്യഭിചാരവും ദോഷമുള്ളൊരു തലമുറ ശരിക്കും അന്ത്യകാലത്തെ ഒരു തലമുറയാണ് എന്ന് കർത്താവോട് സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യപുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഉണ്ടാകുന്ന ഒരടയാളമല്ലാതെ മറ്റടയാളങ്ങൾ ഇനി അവർക്ക് ലഭിക്കുകയില്ല എന്നും ഈ അടയാളങ്ങൾ അന്വേഷിക്കുന്ന വ്യഭിചാരവും ദോഷമുള്ളൊരു തലമുറയാണെന്നും അവിടെ നമുക്ക് കാണാം. അത് ഇന്നും തുടർന്നു പോരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അടുത്ത 5-ാം വാക്യം മുതൽ കാണുമ്പോൾ കർത്താവ് ഈ അതായത് യേശു കർത്താവിൻ്റെ ടീച്ചിങ്സിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എല്ലാ കാലഘട്ടത്തിലും അത് ഒരുപോലെ റെലവൻ്റ് ആണെന്നുള്ളതാണ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ എങ്ങനത്തെ ജനങ്ങളായിരുന്നു ഉള്ളത് അതേ രീതിയിലുള്ള ജനങ്ങൾ ആണ് ഇന്നും ഉള്ളത്. അതായത് അത് ഇന്ന് പ്രസംഗിച്ചാലും അന്ന് പ്രസംഗിച്ചാലും ചലഞ്ചിങ് ആൻഡ് റെവല്യൂഷണറിയാണ്. അതേ സിറ്റുവേഷൻ, അതായത് അന്ന് ആളുകളുടെ ഇടയിൽ എന്ത് എതിർപ്പും അക്സെപ്റ്റൻസും ഒരേ സമയത്ത് തന്നെ ഈ മെസ്സേജിനുണ്ടായോ അതുപോലെ തന്നെ ഇന്നും ഒരേ സമയത്ത് എതിർപ്പും സ്വീകരണവും ഉണ്ടാകുന്ന രീതിയിൽ തന്നെയാണ് ആ മെസ്സേജ് ഇന്നും ഇരിക്കുന്നത്. അവിടെ കർത്താവ് പറയാണ്, ഇവരെ ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുക്കാൻ മറന്നുപോയി. എന്നാൽ യേശു അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം കൊണ്ടുപോരായികയിലായിരിക്കാം കർത്താവ് അങ്ങനെ പറഞ്ഞ ശിഷ്യന്മാർ വിചാരിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എത്രയോ അപ്പം നമ്മൾ 5 അപ്പം കൊണ്ട് 5000 പേർ കഴിച്ചത് നിങ്ങൾക്കറിയാം. 7 അപ്പം കൊണ്ട് എത്ര പേര് കഴിച്ച് എത്ര ബാക്കിയൊന്നും നിങ്ങൾക്കറിയാം. പരീശന്മാരുടെ പുളിച്ച മാവെന്ന് പറയുന്ന അവരുടെ ഉപദേശമാണ് എന്ന് കർത്താവ് പറയുകയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൈവരാജ്യത്തിൻ്റെ വചനം കേട്ടാലും വീണ്ടും ഈ പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും പുളിച്ച മാവ് അതിൻ്റെ പുളിപ്പ് മനുഷ്യർക്ക് ഇഷ്ടമാണ്. ഈ മനുഷ്യർക്ക് അത് ഇഷ്ടമായി വരുന്നത് അതുകൊണ്ട് നമ്മൾ അത് വളരെ സൂക്ഷിച്ച് അകറ്റി നിർത്തേണ്ടതാണ്. ആ പുളിപ്പ് ഇങ്ങോട്ട് പ്രവേശിക്കാതെ. കാരണം പുതിയ നിയമത്തിൻ്റെ ഉപദേശത്തിനകത്തേക്ക് ഈ പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും നീതി കൊണ്ടുണ്ടാകുന്ന ആ പുളിച്ച മാവ് കടന്ന് ഇത് അശുദ്ധമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പരീശന്മാർ ശാസ്ത്രന്മാർ നീതിമാന്മാരാണ്. അവർക്ക് അവരുടേതായ ഒരു നീതിബോധമുണ്ട്. ആ നീതിബോധമനുസരിച്ച് അവരെല്ലാവരെയും വിലയിരുത്തുന്നവരാണ്. അപ്പോൾ അവരത് വെച്ചുണ്ടാകുന്ന ഒരു തിയറി, ഒരു ദൈവത്തെക്കുറിച്ചുള്ളൊരു കണ്ടെത്തൽ, അവർ കണ്ടെത്തിയിരിക്കുന്ന ആ ഒരു മാവെന്ന് പറയുന്നത് പുളിച്ചതാണ്. ഈ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അത് നിങ്ങളെയും ആ ഉപദേശത്തിൻ്റെ മാലിന്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ പരീശന്മാർ സദൂക്യന്മാർ ഉപദേശിക്കുന്ന ഉപദേശത്തിന് ജീവൻ തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം മനുഷ്യരുടേതുമായിട്ട് മിക്സായി പ്രയോജനമില്ലാത്തതായി മാറുന്നൊരവസ്ഥയാണ് ഇന്നും നമ്മൾ കാണുന്നത്. മനുഷ്യർ സ്വയം നീതിമാന്മാരെന്ന് വിചാരിച്ച് അവർ നീതിയുടെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി അവരങ്ങനെ പ്രസംഗിച്ച് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിൽ കുരുങ്ങുന്നവരെല്ലാം അപകടത്തിൽപ്പെടും. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എത്ര ദൈവരാജ്യത്തിൻ്റെ പ്രസംഗം കേട്ടാലും ഈ പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും പുളിച്ച മാവ് ഇതിൽ മിക്സ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പത്യവചനം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു തീർക്കാൻ പറ്റാത്ത ഒന്നാണ് പ്രവൃത്തികൾ വേണം, മനുഷ്യൻ്റെ പ്രവൃത്തികൾ കൂടെ വേണം എന്നുള്ള ഉപദേശം. രക്ഷയ്ക്കായി പ്രവൃത്തികൾ വേണമെന്ന് പറയുന്നത് ദുരുപദേശമാണ്. അതിൻ്റെ കാരണം അതൊരു പുളിച്ച മാവാണ്, കറ പുരണ്ട വസ്ത്രമാണ്. മനുഷ്യൻ്റെ നീതി പ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെ ദൈവത്തിൻ്റെ നിർമ്മലമായ സുവിശേഷത്തെ മലിനമാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, അവരുടെ നീതിയുടെ പ്രമാണങ്ങളുടെ ഉപദേശം ദൈവരാജ്യത്തിൻ്റെ ഉപദേശമായിട്ട് മിക്സ് ആകാൻ പറ്റത്തില്ല. അത് നിങ്ങൾ സൂക്ഷിച്ചോണം. കാരണം നിങ്ങളിലേക്ക് അത് കടന്നു വരാൻ വളരെ എളുപ്പമാണ്. കാരണം അത് മനുഷ്യർക്ക് വളരെ അട്രാക്റ്റീവാണ്. നമ്മളെല്ലാം നോക്കുമ്പോൾ നമുക്ക് നീതിമാന്മാരായ ആൾക്കാരെയാണ് ഇഷ്ടം.
നീതിമാന്മാരെ നോക്കിയാണ് നമ്മളെല്ലാം നടക്കുന്നത്. നമ്മൾ പാപികളാണ്, നമ്മൾ കാണുന്നില്ല. നമുക്ക് ചുറ്റും നീതിമാന്മാർ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഭയിൽ കൂടി വരുമ്പോൾ സഭയിൽ ചുറ്റുമെല്ലാം നീതിമാന്മാർ ഇരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങളോ, ഞാൻ പാപിയാണ്, പക്ഷേ എൻ്റെ ചുറ്റും നീതിമാന്മാർ ഇരിക്കണം, അങ്ങനെ നമ്മുടെ ചിന്ത. ആ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നീതി അല്ല എങ്കിൽ അത് പുളിച്ച മാവാണ്. കാരണം നിങ്ങൾ ആ നീതി വച്ചായിരിക്കും നിങ്ങളെ വിലയിരുത്തുന്നത്. അവരുടെ അനീതിയോ നീതിയോ നിങ്ങളുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കും. അവരനീതിയുള്ളവരായി നിങ്ങൾ കണ്ടെത്തിയാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. നീതിയുള്ളവരായി കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പിന്നാലെ നടക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ തടയുന്നത് എപ്പോഴും മനുഷ്യൻ്റെ നീതിയാണ്. മനുഷ്യൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിക്ക് ശത്രുവാണ്, എതിരാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക തത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, ദൈവരാജ്യത്തിൻ്റെ വചനങ്ങൾ സ്വീകരിക്കാൻ വരം ലഭിച്ചവരായ നിങ്ങൾ, ഈ പുതിയ ആത്മീകതയിലേക്ക് പ്രവേശിച്ച നിങ്ങൾ ഒരിക്കലും ഈ പഴയതുമായിട്ട് ഇതിനെ മിക്സപ്പ് ചെയ്യാൻ പാടില്ല. അതായത് പഴയ സ്പിരിച്വാലിറ്റി ഇതുമായിട്ട് മിക്സായി കഴിഞ്ഞാൽ നമ്മൾ കൃപയുടെ, വിശ്വാസത്തിൻ്റെ, നീതിയുടെ, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ നമ്മൾ മനുഷ്യൻ്റേതാക്കി മാറ്റും, മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയാക്കി മാറ്റും. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ മനോഹരത്വം പോയിട്ട് മനുഷ്യൻ്റെ പ്രാകൃത വിക്രിയകൾ കൊണ്ട് ഉണ്ടാക്കുന്ന, മതപരമായ വിക്രിയകൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് ഇത് മാറും. അതാണ് പരീശന്മാർ അങ്ങനെയാണ് ഇതിനെ മാറ്റി തീർത്തത്. അപ്പോൾ ആ ഒരു പുളിച്ച മാവ് ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഇതിനെ മുഴുവൻ ഇത് പുളിപ്പിക്കും. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത്, സദൂക്യന്മാരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് അപ്പത്തെക്കുറിച്ചല്ല പറഞ്ഞതെന്ന് തിരിച്ചറിയാത്തതെന്ത്? അങ്ങനെ അപ്പത്തിൻ്റെ പുളിച്ച മാവല്ല, പരീശന്മാരുടെയും സദൂക്യന്മാരുടെയും ഉപദേശമത്രേ സൂക്ഷിച്ചു കൊള്ളേണ്ടത് എന്ന് കർത്താവ് അവരോട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് അവർ ഗ്രഹിച്ചത് അങ്ങനെയാണ്. അപ്പോൾ കർത്താവ് തിരുത്തുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ആർ ഫോക്കസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ അനേകം പ്രസംഗങ്ങൾ കേട്ട് പുളിച്ച മാവും പുളിക്കാത്ത മാവും വചനവും ഉപദേശവും സാക്ഷ്യവും അനുഭവങ്ങളും പിന്നെ ഈ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, അതും എല്ലാം കൂടെ തലയ്ക്കകത്ത് വന്നിട്ട് അവസാനം എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ക്രൗഡഡാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ്റെ ആലോചനകളും മനുഷ്യൻ്റെ ബുദ്ധിയും ഇന്ന് പ്രസംഗപീഠങ്ങളെ നിറച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് പറ്റാത്തത്ര ഉച്ചത്തിലാണ് മനുഷ്യൻ്റെ നീതി അലറി വിളിക്കുന്നത്. ദൈവത്തെ പോലും ചോദ്യം ചെയ്യുന്ന മനുഷ്യൻ്റെ നീതി ഇന്ന് അലറി വിളിക്കുന്നത് നമ്മളെ കർത്താവിൻ്റെ പരമാർത്ഥമായ ഉപദേശത്തിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലാണ്. അതുകൊണ്ട് എല്ലാ സഭകളും എല്ലാ വിശ്വാസികളും ഈ വേദവചനത്തോട് കൂട്ടിച്ചേർക്കുന്ന രീതിയിലുള്ള പുളിച്ച മാവുകൾ, മനുഷ്യനീതിയുടെ ഉപദേശങ്ങൾ, മനുഷ്യർ അവരുടെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അതിനെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. 1-2-3 എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പരീശന്മാരുടെ കാര്യമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് ഈ പുളിച്ച മാവ് കടന്നു വരുന്നതെന്ന് ഞാൻ 1-2-3 എക്സാമ്പിൾസ് ഞാൻ പറയാം. നമ്മൾ കേട്ടിട്ടുണ്ട് പൗലോസിൻ്റെ അഭിപ്രായം. അത് പൗലോസിൻ്റെ അഭിപ്രായമാണ്. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കണം. അതായത് 2 കാര്യങ്ങൾക്ക് സ്ത്രീകൾക്ക് പെർമിഷൻ ഇല്ല. ഐ ഡു നോട്ട് അലൗ എ വുമൺ ടു ടീച്ച് ഓർ എക്സസൈസ് അതോറിറ്റി ഓവർ മാൻ. അതായത് പഠിപ്പിക്കാനോ പുരുഷൻ്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല, പൗലോസ് പറയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഇത് പൗലോസിൻ്റെ ഉപദേശമാണ്, പൗലോസിൻ്റെ വ്യക്തിപരമായ ഉപദേശമാണ് അല്ല. അപ്പോൾ നമുക്ക് എന്താ അതിനകത്തോട്ട് കലർത്തിയത്? നമ്മുടെ ഇന്നത്തെ നാട്ടിലുള്ള നാട്ടുനടപ്പായ നീതി എങ്ങോട്ട് കടത്തി? ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ നീതിയോട് കടത്തി മിക്സ് ചെയ്തു. അതുപോലെ തന്നെ പല പ്രവൃത്തികൾ, നീതി പ്രവൃത്തികൾ, നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങൾ, നമ്മൾ അനുഷ്ഠാനപരമായും ആചാരപരമായും വസ്ത്രധാരണപരമായും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെ ദൈവത്തിൻ്റെ നീതിയുമായിട്ട് മിക്സ് ചെയ്ത് പുളിപ്പിച്ചു. അതിനെ പുളിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റേതാക്കി മാറ്റി. നമ്മൾ അനേകം എക്സാമ്പിൾസ് നമുക്കതിനെ കാണാൻ പറ്റും. ഈ നീതിയുടെ പ്രസൻറ്റേഷൻ പലപ്പോഴും മാനുഷികമായി പോയി. അതുകൊണ്ട് മാനുഷികമായി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പ്രവൃത്തികളാലുള്ളതായി മാറും. കാരണം ദൈവത്തിൻ്റെ നീതി മാത്രമേ വിശ്വാസത്താൽ വരുന്നുള്ളൂ, മനുഷ്യൻ്റെ നീതിയെല്ലാം പ്രവൃത്തിയാൽ വരുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ നീതിയാൽ ആക്കി തീർക്കത്തക്ക രീതിയിൽ ഇതിനെ പുളിപ്പിക്കുവാൻ ഇന്ന് വളരെയധികം സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുളിച്ച മാവാണ് ഇന്ന് കൂടുതലുള്ളത്. നിർമ്മലമായ വചനം നമുക്ക് ലഭിക്കുന്നത് അപൂർവമാണ്. കാരണം ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ ഒരവസ്ഥയിലാണ് ഇന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് സംഭവിക്കും, ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കില്ല. പലതരം ഉപദേശങ്ങൾ കേൾക്കുന്നവർ ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കില്ല. നിങ്ങൾ അനേകം പ്രസംഗങ്ങൾ ഒന്നിനു പുറകെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിചാരം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ സമയം മുഴുവൻ വചനം കേൾക്കാൻ വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അതിൽ കുറേ അങ്ങ് ഷട്ട് ഔട്ട് ചെയ്തിട്ട് വചനമെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ പ്രയോജനം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കൂടുതലും നമ്മൾ കേൾക്കുന്നത് വചനത്തിൻ്റെ പ്യൂരിറ്റിയിലുള്ള വ്യാഖ്യാനമല്ല, പുളിച്ച മാവുകളാണ്, മനുഷ്യരുടെ പുളിച്ച മാവ്. അതായത് അവരുടെ നീതിയാൽ അവർ സൃഷ്ടിച്ച പുളിപ്പാണ് ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു പത്രോസിൻ്റെ ലൈഫിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന
ഒരു മനുഷ്യൻ്റെ ബലഹീനത എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്ന രണ്ട് സംഗതികളെ കർത്താവ് ഒന്നിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒരിക്കലും പരിജ്ഞാനം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് എത്ര കോസ്റ്റ്ലിയാണ്, എത്ര കഷ്ടപ്പാടാണ് അത് ലഭിക്കുവാനെന്ന് തെളിയിക്കുന്ന ഉപമയാണ്, സംഭവങ്ങളാണ് ഇനി മുമ്പോട്ട് നമ്മൾ കാണുന്നത്. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നവർ പറഞ്ഞു. ഇപ്പോൾ ഇതിൽ മരിച്ചുപോയ പ്രവാചകന്മാരുണ്ട്, ഉടലോടെ സ്വർഗത്തിൽ പോയ പ്രവാചകന്മാരുണ്ട്, മനുഷ്യരിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാൻ സ്നാപകനുണ്ട്. ഇവരിൽ ആരെങ്കിലും രണ്ടാമത് വന്നതാണ് എന്ന് ഇവർ പറയാൻ തുടങ്ങി. ഒരു പക്ഷേ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ജനങ്ങൾ എന്തു പറയുന്നു? വെളിപ്പാടുള്ളവരെന്ത് പറയുന്നു? ജനങ്ങൾ പറയുന്നു യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്, യേശുക്രിസ്തു ഒരു ഏലിയാവാണ്, അല്ലെങ്കിൽ യെരമ്യാവാണ്, ഇങ്ങനെ സംസാരിക്കുന്നു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നതെന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് അരുളി ചെയ്തു. യേശു അവനോട്, ബർയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇവിടെ എന്താ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്? മനുഷ്യർക്ക് അവരുടെ അസസ്മെൻ്റ് ഉണ്ട്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നത് ഏതെങ്കിലും പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പുസ്തകത്തിൽ അങ്ങനെ കാണുമായിരിക്കാം, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടാകാം. നഥനയേലിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ നഥനയേൽ പറയുന്നത്, നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കർത്താവ് പറയാണ്, നിനക്ക് ജഡരക്തങ്ങളല്ല ഇത് വെളിപ്പെടുത്തി തന്നത്, നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് നിൻ്റെ യുക്തിയാണ്. എന്തുകൊണ്ടാണ്? കർത്താവ് പറഞ്ഞു, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് കണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നഥനയേലിന് മനസ്സിലായി ഇത് പറയുന്നയാൾ. അപ്പോൾ അതിൽ നിന്ന് ലോജിക്കലി നഥനയേൽ മനസ്സിലാക്കിയതാണ് യേശുക്രിസ്തു ദൈവപുത്രനാണ്. പത്രോസിന് ഇവിടെ ഒരു ലോജിക്കും ഇല്ല, ഒന്നുമില്ല. പത്രോസ് ചുമ്മാ നിന്നുകൊണ്ട് പറയാണ് നീ ദൈവപുത്രനായ ക്രിസ്തുവാണ്. അപ്പം അത് കണ്ടെത്താൻ പത്രോസ് സ്വന്തം റിസോഴ്സസോ അറിവോ ജ്ഞാനമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, യുക്തി ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഇത് നിനക്ക് സ്വാഭാവിക ബുദ്ധിയിലുണ്ടായതല്ല, ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ഡെഡ്യൂസ്ഡ് ഫ്രം യുവർ സർക്കംസ്റ്റാൻസസ്. ഇത് ദൈവം നിനക്ക് പ്യുവർലി നിൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടാക്കിയതാണ്. എന്നാൽ നഥനയേൽ അങ്ങനെ അല്ലായിരുന്നു. നഥനയേൽ യേശുക്രിസ്തു അവനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞപ്പോൾ അതിൽ നിന്നാണ് ആ റെസ്പോൺസ് ഉണ്ടാകുന്നത്. അതായത് യുക്തി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവാണെങ്കിൽ ഇത് പറയാൻ പറ്റുള്ളൂ. ശമര്യക്കാരി സ്ത്രീയും അങ്ങനെ തന്നെയായിരുന്നു. ശമര്യക്കാരി സ്ത്രീയോട് കർത്താവുകളുടെ ജീവിത രഹസ്യങ്ങൾ പറഞ്ഞപ്പോൾ ശമര്യക്കാരി സ്ത്രീ പറയാണ്, നീ മെശിഹായാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വിശ്വാസം എങ്ങനെ ഉണ്ടായതാണ്? യുക്തി കൊണ്ടുണ്ടായതാണ്. നമ്മൾ പലതും കാണുമ്പോൾ വിശ്വസിക്കുന്നവരാണ്. എനിക്ക് വയറുവേദന മാറി, അല്ലെങ്കിൽ രോഗം ഒന്നും മാറി, ദൈവമാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ദൈവം എന്നുള്ളതിലേക്ക് പോകുന്നത്. മിക്കവാറും ആളുകളെല്ലാം എന്തെങ്കിലും ഒരു യുക്തിയിലൂടെയാണ് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ച ദൈവം എത്ര വലിയ ദൈവമാണ്, യേശുക്രിസ്തു നമുക്കായിട്ട് മരിച്ചു, ഇതൊക്കെ കേട്ടും യുക്തി കൊണ്ടും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഒരു റീസൺ ഉണ്ട് നമുക്ക് വിശ്വസിക്കാൻ. എന്നാൽ പത്രോസിനൊരു റീസൺ ഇല്ല. പത്രോസിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു യുക്തിയും റീസണും തൊടാതെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ്, പിതാവ് അവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഇത് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. എത്ര മനോഹരമാണ്! ഇതിനാണ് നമ്മൾ റെവലേഷൻ എന്ന് പറയുന്നത്. റെവലേഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ യുക്തി കൊണ്ട് വർക്ക് ചെയ്യുന്നതല്ല, യുക്തിക്കതീതമായി വർക്ക് ചെയ്യുന്നതാണ്. യുക്തിക്കെതിരെ അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. യുക്തിക്കെതിരെ അല്ല റെവലേഷൻ വർക്ക് ചെയ്യുന്നത്. റെവലേഷൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴും യുക്തിക്ക് മുകളിലാണ്, യുക്തിക്ക് അതീതമായിട്ടാണ്. അപ്പോൾ കർത്താവാണ് എന്നുള്ളത് യുക്തിക്ക് അതീതമായൊരു വെളിപ്പാടായിട്ടാണ് വരുന്നത്. എന്താണ് യുക്തിക്കെതിരെ ഉള്ളതും യുക്തിക്ക് അതീതമായതും തമ്മിലുള്ള വ്യത്യാസം? യുക്തിക്കെതിരെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഇത് മുഴുവൻ വെള്ളമാണ് എന്ന് പറഞ്ഞ് നിങ്ങളിരിക്കുന്ന മുറി മുഴുവൻ വെള്ളത്തിനകത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യുക്തിക്ക് നിരക്കുന്നതല്ല. കാരണം നിങ്ങൾക്കറിയാം, അല്ല, വെള്ളം കാണുന്നില്ല, ഇത് വെള്ളപ്പൊക്കമൊക്കെ മാറി നമ്മൾ സാധാരണ ഒരു റൂമിലിരിക്കുകയാണ്, നിങ്ങൾക്കറിയാം. ഇത് രാത്രി 12 മണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിക്ക് നിരക്കുന്നതല്ല, അത് യുക്തിക്കെതിരാണ്. എന്നാൽ യുക്തിക്ക് അതീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മളുടെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെക്കുറിച്ച് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പറയുന്നു. യുക്തി കൊണ്ട് നോക്കിയാൽ കർത്താവിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല. എന്നാൽ കർത്താവിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ യുക്തിപരമായി എല്ലാം കൃത്യമായിട്ട് വരും. അതിനാണ് നമ്മൾ യുക്തിക്ക് അതീതം എന്ന് പറയുന്നത്. അതായത് യുക്തിയെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നതാണ് യുക്തിക്ക് അതീതമായത്. ഓക്കെ, യുക്തിയെ നമ്മൾ യജമാനനായിട്ട് വിചാരിക്കുമ്പോൾ നമ്മൾ യുക്തിയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ യുക്തിക്ക് അതീതമായി ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അത് യുക്തിപരമായി തന്നെ നമുക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്കത് ഏത് മനസ്സിലായെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇത്രയും ചുരുക്കി നമുക്ക് ചിന്തിക്കാം. ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് ഒരിക്കലും നമുക്ക് യുക്തി കൊണ്ട് ആലോചിച്ചിട്ട് വരുന്നതല്ല. അങ്ങനെ വരുന്നവരുണ്ട്, പക്ഷേ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവർ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടത് മനസ്സിലാക്കുന്നവരാണ്. അതിനാണ് വെളിപ്പാടുന്നത്. അതുകൊണ്ടാണ് നഥനയേലിനോട് പറയാഞ്ഞത്,
ബർത്തലോമിയോ നഥനയേലെ, നീ ഭാഗ്യവാൻ എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവിനോട് പറഞ്ഞത്, നീ ഇതിലും വലിയ കാഴ്ചകൾ കാണും, നിനക്ക് റെവലേഷനിലൂടെയുള്ളൊരു അനുഭവം ഉണ്ടാകും, യുക്തിക്കതീതമായ ഒരു ഫെയ്ത്തിലേക്ക് ജീവനുള്ളൊരു കല്ലായി നീ നാളെ മാറും, ഈ ജീവനുള്ള റെവലേഷൻ നിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഉണ്ടാകും. ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞില്ല, നിൻ്റെ വിശ്വാസം ഭയങ്കരമായി പോയി, നീ ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തുന്നത്, അതുകൊണ്ട് നിൻ്റെ ഈ കൺഫെഷൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണി, അങ്ങനെയൊന്നും കർത്താവ് അവരോട് ആരോടും പറഞ്ഞില്ല. അത് പറഞ്ഞത് ഒരു യുക്തിയുമില്ലാത്ത ഒരു പാവപ്പെട്ട മുക്കുവനായ വിവരമില്ലാത്ത, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥിരത പോലും ഇല്ലാത്ത ഒരു മനുഷ്യന് ദൈവം കൊടുത്ത വെളിപ്പാടിന്മേലാണ് ഈ സഭ രൂപീകരിക്കപ്പെടുന്നത്. അപ്പം ശരിക്കും അവിടെ പറയുന്നത്, ബർയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്. അടുത്ത വാക്യം നമ്മൾ ശ്രദ്ധിക്കണം, നീ പത്രോസ് ആകുന്നു. വെളിപ്പാട് കിട്ടിയവൻ പത്രോസാണ്, അതായത് കേഫയാണ്, ശീമോൻ എന്നല്ല. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. എന്താണ് ആ പാറ? ആ പാറ ക്രിസ്തു അല്ല, ആ പാറ പത്രോസും അല്ല. ആ പാറ, കർത്താവ് സഭ പണിയുന്ന പാറ എന്ന് പറയുന്നത് പത്രോസിൻ്റെ വെളിപ്പാടാണ്. അതായത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ മെശിഹായാണ് എന്നുള്ള വെളിപ്പാട്. ഈ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ പണിയുന്നത്. അത് വെളിപ്പാടായി വരണം, യുക്തി കൊണ്ട് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന സഭയിൽ നമ്മളെല്ലാവരും ഓരോ ജീവനുള്ള കല്ലുകൾ പോലെയാണ്, പത്രോസിനെ പോലെ. നമ്മളെല്ലാവരും വെളിപ്പാട് പ്രാപിക്കുമ്പോൾ, നമ്മളെല്ലാവരും ആത്മാവിനെ പ്രാപിക്കുമ്പോൾ വി ആർ കൺസ്ട്രക്റ്റഡ് ലൈക്ക് എ ചർച്ച്. അപ്പോൾ ഇത് ദൈവം പണിയുന്ന സഭയുടെ പ്രത്യേകതയാണ്. അവിടെ ക്രിസ്തുവിൻ ആരാണെന്ന് മനസ്സിലാക്കിയവരാണ് ആ സഭയിലെ അംഗങ്ങളെന്ന് പറയുന്നത്. അതിനെ ജയിക്കാൻ പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അപ്പം ഈ സഭ ഏത് സഭയാണ്? വെളിപ്പാട് കിട്ടിയവരുടെ സഭയാണ്. അപ്പം വെളിപ്പാട് കിട്ടിയ ആൾക്കാർ മാത്രമാണ് സഭയിലുള്ളത്. അതായത് യുക്തിക്ക് അതീതമായി ദൈവത്തിൽ നിന്ന് നീ എൻ്റെ മകനാണ് എന്നുള്ള അഷുറൻസ് കിട്ടിയത്. എൻ്റെ യുക്തി വെച്ച് നോക്കിയാൽ അല്ല, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്വം അങ്ങനെയാണ്. അപ്പോൾ യുക്തിക്ക് അതീതമായ ഒരു വെളിപ്പാട് പത്രോസിന് കിട്ടി. അപ്പോൾ കർത്താവ് പറയാണ്, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ ഇൻവിസിബിൾ ചർച്ച് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സഭ, അതായത് ഈ വെളിപ്പാട് കിട്ടിയ കല്ലുകൾ കൊണ്ട് പണിയപ്പെട്ട സഭ ഒരിക്കലും ഒരംഗം പോലും അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. മരിച്ചു പോയി കഴിയുമ്പോഴും അയാൾ അതിനകത്ത് മെമ്പർ തന്നെയാണ്. കാരണം കർത്താവ് വരുമ്പോൾ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഒന്നിച്ചെഴുന്നേറ്റ് പോയി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്ന ആ ഒരു ദിവസം വരും എന്നുള്ളത് കൊണ്ട് ആ അസംബ്ലിയാണ്, അതായത് സ്വർഗത്തിൽ പേരെഴുതിയ ആദിജാതന്മാരുടെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച, മിശിഹായിൽ പ്രത്യാശ വെച്ച സകലരും, ദ സ്പിരിച്വൽ ഇസ്രായേൽ ഓഫ് ദ ഹോൾ ബൈബിൾ. ഈ സ്പിരിച്വൽ ഇസ്രായേൽ നമ്മോടുകൂടെ അവകാശം പ്രാപിക്കാൻ കാത്തിരിക്കുന്നവർ, ഇവരെല്ലാം ചേരുന്നൊരു വലിയ അസംബ്ലി. ആ അസംബ്ലി എന്ന് പറയുന്നത് ദൈവം പണിയുന്ന സഭയാണ്. അതിൻ്റെ കൺഫെഷൻ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഈസ് അവർ ലോർഡ്, അവൻ എൻ്റെ കർത്താവാണെന്നുള്ള കൺഫെഷൻ്റെ മേലാണ് ഈ സഭ പണിയപ്പെടുന്നത്. ദാറ്റ്സ് എൻ എറ്റേണൽ ചർച്ച്. അതിനെ ജയിക്കാൻ ആർക്കും സാധിക്കില്ല. അതായത് നിങ്ങൾ ശരിക്കും ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ ഒരു സാത്താനും കഴിയുകയില്ല എന്നുള്ളതാണ്. പാതാള ഗോപുരങ്ങൾക്ക് ആ കൂട്ടായ്മയെ തകർക്കാനും സാധിക്കില്ല. അടുത്ത വാക്യം വളരെ കോലാഹലമുണ്ടാക്കിയിട്ടുള്ള വാക്യം. നമ്മളിപ്പം പറഞ്ഞത് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്നാണ്. അടുത്ത വാക്യത്തിൽ പറയാണ്, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ആരാണ് ഈ നീ? പത്രോസാണ് അല്ലേ? പത്രോസിന് ദൈവം എന്ത് കൊടുക്കുകയാണ്? സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ കൊടുക്കുകയാണ്. എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? ആ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. അതായത് സഭയുടെ ഫൗണ്ടേഷനിൽ പത്രോസ് വെളിപ്പാടുള്ള ഒരാൾക്കാണ് ഈ താക്കോൽ കിട്ടുന്നത്. ഈ താക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇത് നമുക്ക് എങ്ങനെയാണ് ഈ സഭ ഇത് പ്രയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ശരിക്കും പറഞ്ഞാൽ പത്രോസിനാണ് കൊടുത്തത് നിങ്ങൾ വിചാരിച്ച് നോക്കിയ താക്കോൽ. ഓക്കെ, പത്രോസ് ഈ താക്കോൽ ഉപയോഗിച്ചോ? എങ്ങനെ ഉപയോഗിച്ചു നമുക്ക് നോക്കാം. ഇന്നെന്തായാലും പത്രോസ് ഈ ലോകത്തിരുന്ന് ദൈവരാജ്യത്തിൻ്റെ താക്കോൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം പത്രോസ് തിരിച്ച് കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ എന്താണ് ഈ സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ? ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ചില വ്യാഖ്യാനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പത്രോസ് എൻ്റെ പ്രസംഗത്തോടു കൂടിയാണ് സഭ ആരംഭിക്കുന്നത്. പത്രോസ് എന്ന് പ്രസംഗിക്കുമ്പോൾ പത്രോസ് താക്കോലിട്ട് ദൈവരാജ്യം അനേകർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. ആ പ്രസംഗം ഒരു താക്കോലായിരുന്നു. ആ താക്കോൽ തുറന്നത് ദൈവരാജ്യത്തെയാണ്. അനേകം ആളുകൾ വിശ്വാസികളായി 3000 പേരോളം സ്നാനപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. പിന്നെ പല പ്രാവശ്യം ശമര്യാക്കാരകത്ത് വരാൻ വേണ്ടി ജാതികളകത്ത് വരും. കൊർന്നല്യോസിൻ്റെ കാര്യം നോക്കിയാൽ പൗലോസ് 9-ാം അധ്യായത്തിൽ പൗലോസ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൊർന്നല്യോസിൻ്റെ അടുത്തേക്ക് അപ്പോഴും വിടുന്നത് പത്രോസിനെയാണ്.
പത്രോസിനെ വിട്ടിട്ട് കൊർന്നലിയോസിന് വേണ്ടി വചനം പ്രസംഗിക്കുമ്പോൾ ആ താക്കോലും തുറന്നു. ഇപ്പോൾ കൊർന്നലിയോസ് അകത്ത് കയറി. അതായത് ഇതൊരു വ്യാഖ്യാനമായിട്ട് പറയുന്നതാണ്. അത് സ്വീകരിക്കാവുന്ന ഒരു കാര്യവുമാണ്. കാരണം അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഈ താക്കോൽ തുറക്കാൻ പത്രോസിനെ തന്നെ കർത്താവ് പിന്നെയും വിളിക്കുന്നത് നമുക്ക് കാണാം. അതോടെ ആ താക്കോലിൻ്റെ പരിപാടി തീർന്നു. ഇനിയിപ്പം താക്കോലിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഇത് സകല മനുഷ്യർക്കും അപ്പോസ്തലന്മാർ തുറന്നു കൊടുത്തു. യഹൂദന്മാരുടെ അടുത്തുനിന്ന് സുവിശേഷം യഹൂദിയിൽ നിന്ന് അത് പല സ്ഥലത്തേക്കും ലോകത്തിൻ്റെ അറ്റത്തോളം വ്യാപരിക്കുന്ന രീതിയിൽ ഈ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു വ്യാഖ്യാനമാണ്. അതിൻ്റെ കൂടെ കർത്താവ് പറയുന്ന വേറൊരു കാര്യം, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. ഇത് എന്താണ് ഇതിനർത്ഥം? അതായത് നമുക്കറിയാം, ഈ നീ എന്ന് പറയുമ്പോൾ ഇവിടെ പത്രോസ് മാത്രമേ ഉള്ളൂ. കാരണം പത്രോസ് മാത്രമാണ് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള കൺഫെഷൻ നടത്തിയത്. എന്നാൽ ഇന്ന് നീ എന്ന് പറഞ്ഞു കഴിയുമ്പം ആരൊക്കെ ആ കൺഫെഷനിലുണ്ടോ അവരെല്ലാവരുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സഭ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ സഭയിൽ ഒരു അധികാരമുണ്ട്. ആ സഭയ്ക്ക് അതിന് കെട്ടാനും അഴിക്കാനുമുള്ള അധികാരമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സഭയിലെ അധികാരത്തെക്കുറിച്ച് ഞാൻ പറയാം. ഇപ്പോൾ ഞാനൊരു ശുശ്രൂഷകനാണ്, എൻ്റെ സഭയിലെ ശുശ്രൂഷകനാണ്. എൻ്റെ സഭയിൽ ഞാൻ മാത്രമല്ലാതെ പല ശുശ്രൂഷകരുണ്ട്. അവർക്കെല്ലാം ഈ അധികാരമുണ്ട്, കെട്ടാനും അഴിക്കാനുള്ളത്. അതെന്ത് അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്പിരിച്വൽ അതോറിറ്റിയാണ്. ഇപ്പം എൻ്റെ സഭയിലെ എൽഡേഴ്സിനോട് പറയാണ്, ചേസ് ബ്രദർ, ജീവിതത്തിൽ പൊരുത്തക്കേടുകളുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾ പറയുന്നവരെയും പ്രസംഗിക്കേണ്ട. അവർ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലോകത്തിൽ ഒരിടത്തും പോയി പ്രസംഗിക്കാൻ സാധിക്കില്ല. പ്രസംഗിക്കണമെങ്കിൽ അവരത് അഴിച്ചു തരണം. കാരണം ഇവിടെ കെട്ടിയാൽ അത് സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. ആ സഭയിൽ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അടുത്ത സഭയിലോട്ട് പോയി. അവിടെ കെട്ടാണെങ്കിൽ അത് അഴിച്ചിട്ട് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കെട്ടിയിരിക്കുന്നത് സ്വർഗ്ഗത്തിലാണ് കെട്ടിയിരിക്കുന്നത്. അതാണ് സഭയുടെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല. നീ പത്രോസാവുന്ന നിൻ്റെ താക്കോൽ ഞാൻ നിൻ്റെ തരുന്നു. എന്നിട്ട് പറയാണ്, ഇവിടെ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, സ്വർഗ്ഗത്തിൽ ഇവിടെ അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയിൽ ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യാനും ആ സഭയിൽ അനുസരണം ഉറപ്പുവരുത്തുവാനും ശുശ്രൂഷകർക്ക് അധികാരമുണ്ട്. അവർ പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലും ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു പാസ്റ്റർ ഇന്നിങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വർഗ്ഗം എല്ലാം ഈ പാസ്റ്ററെ അനുസരിക്കുന്ന സ്ഥിതിയിൽ വരുമെന്ന്. ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് വി ഓൾവേസ് ബിലീവ് ഇൻ ദ കളക്റ്റീവ് എൽഡർഷിപ്പ്. പത്രോസ് എന്താ ചെയ്തത്? ഒരാളെ ഒരു പാസ്റ്ററായിട്ട് വിടുകയല്ല ചെയ്തത്. അവിടെ അനേകം ശുശ്രൂഷകൾ ചെയ്യുന്ന മൂപ്പന്മാർ ഒന്നിച്ചാണ് സഭയെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ മൂപ്പന്മാരിൽ ചിലർ പാസ്റ്റേഴ്സാണ്, ചിലർ ടീച്ചേഴ്സാണ്, ചിലർ ഇവാഞ്ചലിസ്റ്റുകളാണ്. അവർക്ക് സഭമേലുള്ള അധികാരം, അവർ പാസ്റ്ററാണ്, ഇവാഞ്ചലിസ്റ്റാണ്, ടീച്ചറാണെന്നുള്ളതിലല്ല, അവർ ആ സഭയുടെ മൂപ്പന്മാരാണെന്നുള്ള രീതിയിലാണ്. അതായത് ശുശ്രൂഷയുള്ള മൂപ്പന്മാരുടെ സംഘമാണ് സഭ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സഭയുടെ ഒരു അധികാരം എന്ന് പറയുന്നത് അവർക്ക് കെട്ടാനും അഴിക്കാനുള്ള അധികാരമുണ്ട്. ഈ ഒരു മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. നമുക്കറിയാം, അപ്പൻ്റെ ഭാര്യയുടെ കൂടെ വ്യഭിചാരം ചെയ്ത ഒരാൾ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിലുണ്ട്. അപ്പം സഭയ്ക്ക് അയാളെ കെട്ടിക്കഴിഞ്ഞാൽ അയാൾ കൊരിന്ത് സഭയിൽ നിന്ന് മാറി തെസ്സലോനിക്ക സഭയിലോട്ട് പോകാൻ പറ്റത്തില്ല. അത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഏത് സഭയിലും ഒരിടത്തുനിന്ന് വിലക്കുള്ള ഒരാൾക്ക് വേറൊരു സഭയിൽ പോയി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. കാരണം അവർ കെട്ടിയത് സ്വർഗ്ഗത്തിൽ മുഴുവൻ കെട്ടപ്പെട്ടതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു പാസ്റ്ററെ നമ്മളപ്പോൾ ഭയപ്പെടണ്ടേ, പുള്ളി കെട്ടിയാൽ പിന്നെ എല്ലായിടത്തും കെട്ടപ്പെട്ടിരിക്കുകയോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം ഇതെല്ലാം മനുഷ്യൻ്റെ തീരുമാനമല്ല. അത് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം ഇങ്ങനെയാണ് പറയുന്നത്. ഞാനോ 3-ാം വാക്യം, ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും, അതായത് എൻ്റെ എഗ്രിമെൻറ്റും നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ശക്തിയോടെ ഒന്നിച്ചു കൂടിയിട്ട് നിങ്ങളും എൻ്റെ എഗ്രിമെൻ്റ്, എൻ്റെ ഒരു കൺകറൻസും ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവ് കർത്താവ് യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനെ സാത്താൻ ഏൽപ്പിക്കണം. അപ്പോൾ ആര് ചെയ്യണം? ഒരു പാസ്റ്റർ അല്ല ചെയ്യുന്നത്. ഒന്നിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി വന്നിട്ട് അത് ഡെലിബറേറ്റ് ചെയ്ത് അത് സഭയുടെ ഏകകണ്ഠമായ ഡിസിഷനായി മാറിക്കഴിയുമ്പോൾ അത് ബൈൻഡിങ് ആണ്. അത് ആ സഭയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സഭയിൽ ബൈൻഡിങ് ആണ്. അപ്പോൾ സഭയ്ക്ക് അത്ര അധികാരമുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണുള്ളത്. അവർക്ക് അധികാരം വേറൊരിടത്തും വരുന്നില്ല. വചനത്തിൻ്റെ പ്രസംഗത്തിലൂടെ, വചനത്തിൻ്റെ കാഴ്ചകളിലൂടെയാണ് ഈ അധികാരം അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഉള്ള ഇവിടെയുള്ളത് സ്വർഗത്തിലും അഴിക്കാനും കെട്ടാനും. അതായത് യു കനോട്ട് ബ്രേക്ക് വൺ ചർച്ച് ആൻഡ് ഗോ ടു അനദർ ചർച്ച്.
നിങ്ങൾക്ക് പോകാം ഉപദേശപരമായ വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോകാം അവിടെ ശുശ്രൂഷകർ ഇമ്മോറാലിറ്റിയിലാണെങ്കിൽ, അവർക്ക് ക്രിസ്തുവിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കുന്നില്ല എങ്കിൽ ദാറ്റ്സ് എ ജെന്യുവിൻ റീസൺ. അതായത് റീസൺ ഇല്ലാതെ ഒരു സഭയുടെ വെളിയിലേക്ക് പോയി എനിക്കിഷ്ടപ്പെട്ടില്ല അടുത്ത സഭ എന്ന് പറഞ്ഞ് ഷർട്ട് മാറുന്ന പോലെ മാറാൻ പറ്റുന്നതല്ല ചർച്ച്. എന്നാൽ നിങ്ങൾ ഇന്ന് പോകുന്ന ചർച്ചിൽ നിങ്ങൾ ക്രിസ്തുവിനെ കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ ലോകത്തെയാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ അവിടുന്ന് അവർ കെട്ടിയാൽ ആ കെട്ടല്ല. കാരണം എന്താണ്? അത് ക്രിസ്തുവിൻ്റെ റെവലേഷനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ളതല്ല. യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളില്ലാതെ വെറുതെ വിഷയങ്ങളുടെ വിടുതൽ എന്ന് പറഞ്ഞിരിക്കുന്ന ചർച്ചിന് ഈ അധികാരങ്ങളൊന്നുമില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സഭയ്ക്ക് അധികാരമുണ്ടാകണമെങ്കിൽ, കെട്ടാനും അഴിക്കാനുള്ള അധികാരം ഉണ്ടാകണമെങ്കിൽ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത ഒരധികാരം ആ സഭയ്ക്കുണ്ടാകണമെങ്കിൽ, സഹോദരങ്ങളെ, അവിടെ എൽഡേഴ്സിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരിക്കണം. അവർ ഏക മനസ്സോടെ കൂടുന്നവരായിരിക്കണം. ആത്മാവിലുള്ള ഡെലിബറേഷൻസ് നടക്കണം. ഒരാൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഹൃദയ നുറുക്കത്തോടുള്ള പ്രാർത്ഥന വേണം. ആരുടെയും വൈരാഗ്യ ബുദ്ധികളോടെ പ്രവർത്തിച്ചുകൂടാ. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ കാര്യം കാണുന്ന ഒരു അതോറിറ്റി ആ സഭയ്ക്കുണ്ടെങ്കിൽ, ആ ഒരു സ്പിരിച്വൽ ഫൗണ്ടേഷൻ ആ സഭയ്ക്കുണ്ടെങ്കിൽ, അവർ പറയുന്ന തീരുമാനങ്ങൾ ആ സഭയെ സംബന്ധിച്ച് അന്തിമമാണ്. ഞാൻ പലരോടും പറയാറുണ്ട്, ആഭരണത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ സ്വന്തമായൊരു തീരുമാനം എടുക്കുന്നതിന് പകരം സഭ എന്ത് പറഞ്ഞോ അത് കേൾക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ സഭയിൽ അങ്ങനെ നിബന്ധനകൾ പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും സഭ അങ്ങനെ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്ട് ദാറ്റ്. ഇഫ് യു ഡോണ്ട് വാണ്ട്, യു ടെൽ ദം ആൻഡ് ഗോ. കാരണം സഭയ്ക്ക് അധികാരമുണ്ട്, സഭയുടെ അധികാരങ്ങൾ അതുപോലെയാണ്. അത് ലംഘിക്കുന്നത് ശരിയുമല്ല. അപ്പം കർത്താവ് ശിമോൻ പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും പറയുന്നത്, സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് കൊടുക്കുന്നു. പത്രോസ് എന്ന് പറഞ്ഞാൽ ഹി റെപ്രസെൻറ്റ്സ് ദ ചർച്ച്. പത്രോസ് സഭയെ പ്രതിനിധീകരിക്കുന്ന അനേകം ആൾക്കാർ കൂടിച്ചേർന്നാണ് സഭ ഉണ്ടാകുന്നത്. അപ്പോൾ പത്രോസിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പം ആരെല്ലാം വെളിപ്പാടിൽ കൂടി വരുന്ന അവർക്കെല്ലാം ഏൽപ്പിക്കുന്നു. അവരുടെ അധികാരങ്ങൾ വളരെയധികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അധികാരം നടപ്പാകണമെങ്കിൽ അവർ ക്രിസ്തുവിനെ അടിസ്ഥാനമായിട്ട് ക്രിസ്തു പണിയുന്ന ഒരു സഭയായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ബ്രാൻഡോ ഡിനോമിനേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്ററുടെ കരിസ്മയിലോ പണിയപ്പെടുന്ന ഒരു സഭ ആയിക്കൂടാ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വചനത്തിനായി സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ജീവനായി മാറുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് പണിയുന്ന ആലയം, കർത്താവെ, അങ്ങ് പണിയുന്ന സഭ ഒരു പാതാള ഗോപുരത്തിന് ജയിക്കാൻ പറ്റാതെ ആത്മീക തത്വങ്ങളാൽ പണിയപ്പെടുന്ന ഒരു സഭയുടെ അവയവമാക്കി ഞങ്ങളെ ഇവിടുന്ന് മാറ്റി, കർത്താവ്, ഞങ്ങളുടെ ലോക്കൽ സഭകളിൽ അങ്ങ് മഹത്വപ്പെടണമേ, അങ്ങ് രാജാവായിരിക്കണമേ. കർത്താവ്, സ്വർഗീയ വെളിപ്പാടിനെല്ലാം നടത്തപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.